ഒരു സാധാ കച്ചവടക്കാരനും തൻ്റെ കച്ചവടത്തിൻ്റെ വിവരങ്ങളെല്ലാം തൻ്റെ സ്മാർട്ട് ഫോണിലേക്ക് സെറ്റ് ചെയ്തുകൊണ്ട് ഡിജിറ്റലാക്കാം. അതിനു വേണ്ടി ഒരു ഗൂഗിൾ ഷീറ്റിലെ ഓരോ കോളങ്ങളിലും ഒരു കോളത്തിലെ വസ്തുക്കളുടെ പേരുകൾ, വിലകൾ, നാം കടയിൽ കൊടുക്കുന്ന ടോട്ടൽ വിലകൾ, ആകെ വാങ്ങിയ തൂക്കം, അല്ലെങ്കിൽ പാക്കറ്റ്, പിന്നെ അങ്ങനെയൊക്കെ ഓരോന്ന് നമ്മൾ എഴുതി രേഖപ്പെടുത്തുന്നു. അങ്ങനെ ഓരോന്നും രേഖപ്പെടുത്തിയതിനെ ആകെ കൊടുത്ത വിലയിൽ നിന്ന് തൂക്കത്തെ അല്ലെങ്കിൽ വസ്തുക്കളുടെ എണ്ണത്തെ ഹരിച്ച് വില കാണുന്നു. പിന്നെ കച്ചവടം നടത്തുമ്പോൾ ഇവിടെ നാം കച്ചവട വസ്തുക്കൾ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റായി വെച്ചിട്ടുണ്ട്. നാം ആദ്യം കയറ്റിയവ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റായി. ഉദാഹരണത്തിന് ഇവിടെ നാം ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ അത് നാം വാങ്ങിയ വസ്തുക്കളുടെ പേരുകളൊക്കെ ഇവിടെ ലഭ്യമാകുന്നു. അതിൽ നിന്ന് നാം ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ പേരുകൾ ഇപ്പുറത്ത് വരുന്നു. വിലകൾ, അവക്ക് തൂക്കം, ഒന്നിനുള്ള വില, അതുപോലെ ആകെ വില, പിന്നെ ടോട്ടൽ സ്റ്റോക്ക്, ബാക്കിയുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിവിടെ ഒരു ബസ്മതി അരി നമ്മൾ തെക്കുകയാണെങ്കിലും അത് എത്ര എണ്ണം, അത് 3 എന്ന് കൊടുത്താൽ അതിനെത്ര വില, അത് കണ്ടു. പിന്നെ അതുപോലെ നമ്മൾ വേറൊന്ന് എടുക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ശർക്കര എന്ന് എടുത്തു, അപ്പോൾ അതിന് 62. അതുപോലെ നാം അതിൻ്റെ എത്ര തൂക്കമാണെന്ന് കൊടുത്താൽ ആ തൂക്കവും വസ്തുവിൻ്റെ പേരും മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ആകെ അവയുടെ കിലോ വിലയും മറ്റും ടോട്ടൽ എവിടെ വരും. പിന്നെ അതിൻ്റെ റിപ്പോർട്ട് ഈ ഒരു പേജിൽ ഇവിടെ നമുക്ക് എത്രയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കൊടുത്തത് എത്ര, കിട്ടിയത് എത്രയൊക്കെ അവിടെ പേരുകൾ ഓരോ വസ്തുക്കളുടെയും റിപ്പോർട്ട് ഈ പേജിൽ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ വേറൊന്ന് ഒരു വസ്തു ഇവിടെ എടുക്കുകയാണ്. ഉദാഹരണത്തിന് ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന് നമ്മളിവിടെ എടുക്കുന്നത് ഇപ്പോൾ ഒരു കുമ്പളം എന്നത് ഒരു പച്ചക്കറി. അപ്പോൾ നോക്കുമ്പോൾ അതിൻ്റെ വില ഇവിടെ കാണിക്കുന്നത് 38.40. പിന്നെ അത് നമ്മൾ ഇവിടെ നാം തൂക്കമാണോ എണ്ണമാണോ എന്ന് നമ്മൾ എടുക്കുകയാണ്. 1.43. അപ്പോൾ 1 കിലോ 43 ഗ്രാം. അപ്പോൾ അതിന് എത്രയാണ് വില? അത് 54.91 വന്നു. പിന്നെ അതേപോലെ നമുക്കിനി വേറെ ഒന്നുകൂടി നോക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഇവിടെ നോക്കുന്ന പുട്ടുപൊടി. അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ ഇപ്പോൾ പാക്കറ്റ്, പിന്നെ എത്ര എണ്ണമാണ് നമ്മൾ വാങ്ങുന്നത്, അതിൽ കൊടുക്കുന്നത് 3 എണ്ണം. 3 കൊടുത്താൽ ആ 3ൻ്റെ തൂക്കം, ടോട്ടൽ വില കിട്ടി. ഇങ്ങനെ നമുക്ക് ഓരോന്ന് ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന് വളരെ സിമ്പിളായി എടുത്ത് കച്ചവടം നടത്താം. അതിൻ്റെ റിപ്പോർട്ട് ഇപ്പോഴത്തെ മറ്റൊരു പേജിൽ അങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. അതിങ്ങനെ ഡൈനാമിക് ഒരു സിസ്റ്റം ആയതുകൊണ്ട്. പിന്നെ അതിൻ്റെ ഒരു ഇൻവോയ്സ് ബില്ലാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ഇൻവോയ്സ് ബില്ല് നമ്മൾ ABC മാർക്കറ്റ് എന്ന നമ്മുടെ കടയുടെ പേര്, അതുപോലെ കസ്റ്റമറുടെ പേര്, മൊബൈൽ അഡ്രസ്സ്, ഇതൊക്കെ കൊടുക്കാം. പിന്നെ അതുപോലെ അവരുടെ വിലകൾ നമ്മൾ ഈ ഓരോ